അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിരന്തരമായ ആക്രമണങ്ങൾക്കിടയിലും ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇറാനിൽ ഇന്ന് കൂറ്റൻ ഖുദ്സ് ദിന റാലികൾ സംഘടിപ്പിച്ചു. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് റാലിയിൽ അണിനിരന്നത്. ടെഹ്റാനിലെ ചരിത്രപ്രസിദ്ധമായ ഇൻക്വിലാബ് സ്ക്വയറിലേക്ക് നടന്ന മാർച്ചിൽ ഇറാന്റെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുത്തു. പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ, വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് ഖറാച്ചി, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി, ജുഡീഷ്യറി ചീഫ് ഗൊലാം ഹുസൈൻ മെഹ്സാനി എജയ്, അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മേധാവി മുഹമ്മദ് ഇസ്ലാമി തുടങ്ങി നിരവധി പ്രമുഖർ റാലിയിൽ മുൻനിരയിലുണ്ടായിരുന്നു. എന്നാൽ റാലി നടക്കുന്നതിനിടെ ടെഹ്റാനിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും വ്യോമാക്രമണം നടത്തിയതായി ഇർന റിപ്പോർട്ട് ചെയ്യുന്നു. റാലി കടന്നുപോകുന്ന വഴിക്ക് സമീപമുണ്ടായിരുന്ന ബോംബാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങൾ ശത്രുക്കളുടെ ഭയവും നിരാശയുമാണ് കാണിക്കുന്നതെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി പ്രതികരിച്ചു. ബോംബാക്രമണങ്ങളെ വകവെക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയത് ഇറാന്റെ ഇച്ഛാശക്തിയാണ് തെളിയിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയും വ്യക്തമാക്കി. പുതിയ സുപ്രീം ലീഡർ മുജ്തബ ഖൊമൈനിയുടെയും അന്തരിച്ച മുൻ സുപ്രീം ലീഡർ അലി ഖൊമൈനിയുടെയും ചിത്രങ്ങളേന്തിയാണ് ജനങ്ങൾ മാർച്ചിൽ പങ്കെടുത്തത്. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഇറാനിൽ ജനങ്ങളുടെ ഈ കൂറ്റൻ ജനപങ്കാളിത്തം വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് അറിയിക്കുന്നത്.